ശിഷ്യന്മാരോട് യേശു പറയുന്നു, നിങ്ങൾ എന്നോട് കേട്ട വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കണം. എന്താണ് അവർ കേട്ട വാഗ്ദത്തം? അവർ കേട്ട വാഗ്ദത്തം, ഇനി ഏറെ നാൾ കഴിയും മുൻപേ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിലേക്ക് വരും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അരികിലേക്ക് വരും. ശബ്ദമുയർത്തി ദൈവത്തിന് നന്ദി പറയാമോ? യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതായിരുന്നു വാഗ്ദത്തം. ഞാൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. യോഹന്നാൻ 15-26 വാക്യത്തിൽ പറയുന്നു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെ കുറിച്ച് സാക്ഷ്യം പറയും. ചേർന്ന് ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. എന്തായിരുന്നു വാഗ്ദത്തം? സത്യത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരും, ഉയരത്തിലെ ശക്തി നിങ്ങളുടെ മേൽ വരും, ഉയരത്തിലെ ശക്തി നിങ്ങൾ ധരിക്കുവാൻ ഇടയായി തീരും. ഞാൻ പറയട്ടെ, ആ ഒരു വാഗ്ദത്തം യേശു കർത്താവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം, കർത്താവിന്റെ കാൽവരി മരണത്തിന് ശേഷം ശിഷ്യന്മാർ ആ വാഗ്ദത്തത്തിന് വേണ്ടി ജെറുസലേം വിട്ടുപോകാതെ അവർ കാത്തിരുന്നു. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്തു. അവരത് വിശ്വസിച്ചു. പറഞ്ഞ വാഗ്ദത്തത്തെ വിശ്വസിക്കണം. സാഹചര്യം കണ്ട് മാറിപ്പോകരുത്. ഒരിക്കലും സാഹചര്യങ്ങൾ കണ്ട് മാറിപ്പോകരുത്. ഇസഹാക്ക് ഗെരാറിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ അപ്പന്റെ കാലത്തുണ്ടായ, അബ്രഹാമിന്റെ കാലത്തുണ്ടായ ക്ഷാമം കണ്ടിട്ട് ഇസഹാക്ക് ഈജിപ്തിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ ദൈവം ഇസഹാക്കിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, ഇസഹാക്കേ, നീ ഒരിക്കലും ഈജിപ്തിലേക്ക് പോകരുത്. നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തതിനെ, നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. ഞാൻ നിന്റെ മേളിൽ നിവർത്തിക്കും. നമുക്കറിയാം, ഇസഹാക്കിനോട് ദൈവം പറയുന്നു, നിന്റെ പിതാവിനോട് ഞാൻ പറഞ്ഞ ഒത്തിരി വാഗ്ദത്തമുണ്ട്, അതൊത്തിരി പെൻഡിങ് ആയി കിടക്കുന്നുണ്ട്. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവികമായ വാഗ്ദത്തം. നിന്നെ കുറച്ചു കളയുമെന്നല്ല, നിന്നെ തീർത്തു കളയുമെന്നല്ല, നിന്നെ തകർത്തു കളയുമെന്നല്ല, നിന്റെ അപ്പനെ അനുഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ നിന്റെ അപ്പന്റെ തലമുറയെ അനുഗ്രഹിക്കുമെന്ന ദൈവികമായ വാഗ്ദത്തം ഇസഹാക്കിനോട് പറയുന്നു. ക്ഷാമം കണ്ടോണ്ടോ, മനുഷ്യനെ കണ്ടോണ്ടോ വാഗ്ദത്തത്തിൽ സംശയിക്കരുത്. ഇസഹാക്ക്, വേദപുസ്തകം പറയുന്നു, അതനുസരിച്ചു. അവൻ ആ ദേശത്ത് വിതച്ചു. അവന് 100 മേനിയുടെ കൊയ്ത്തുണ്ടായി. ആ ദേശത്തിൽ അവൻ വർദ്ധിച്ചു. അവൻ കുഴിച്ച കിണറുകളിലൊക്കെയും വെള്ളമുണ്ടായി. സ്വർഗത്തിലെ ദൈവം അവന് രഹബോത്ത് ഒരുക്കി കൊടുത്തു. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, വാഗ്ദത്തം ഉള്ള ദൈവിക വാഗ്ദത്തം കേട്ട ഒരു കുടുംബവും ഒരു സഭയും ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ലജ്ജിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ, വാക്കുമാറാത്തവനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്തിരിക്കും. സാറയുടെ ഗർഭപാത്രം നിർജീവമാണെങ്കിലും അബ്രഹാമിന്റെ ബലം ക്ഷയിച്ചെങ്കിലും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ ശക്തനെന്നവൻ ഉറച്ചു. എല്ലാരും പറഞ്ഞ്, വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. ഉറക്കെ പറഞ്ഞ്, വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കുവാൻ ശക്തനാണെന്ന് അബ്രഹാം വിശ്വസിച്ചു. അതവന് നീതിയായി കണക്കിട്ടു. ഇന്ന് പകൽ ദൈവിക വാഗ്ദത്തങ്ങൾ നിങ്ങളുടെ മേൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ സാഹചര്യം നിങ്ങളെ നോക്കി പറയുന്നു അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന്. എന്നാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ചെങ്കടൽ രണ്ടാക്കുന്നവനാണ്, ഞാൻ വഴികൾ തുറക്കുന്നവനാണ്. യേശു കർത്താവ് ബെഥേസ്ത എന്ന കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ, ബെഥേസ്ത കുളക്കരയുടെ കരയിൽ നിൽക്കുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു, ആ 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യനോട് യേശു ചോദിക്കുകയാണ്, സൗഖ്യം പ്രാപിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? യോഹന്നാൻ 5-ൽ എഴുതിയിരിക്കുന്നു, 3-4 വാക്യങ്ങളിൽ, നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ? അപ്പോ അടുത്ത വാക്യത്തിൽ ആ മനുഷ്യൻ യേശുവിനോട് മറുപടി പറയാണ്, കർത്താവേ, എന്നെ ഈ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല. എന്നെ കുളത്തിലേക്കാക്കുവാൻ എനിക്ക് ആരുമില്ല. യേശു ചോദിക്കുന്നു, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ? പക്ഷെ അവൻ പറയുന്നു, എന്നെ ഈ കുളത്തിലേക്കാക്കാൻ എനിക്ക് ആരുമില്ല.
എന്ന് പറഞ്ഞാൽ എന്താ? അവന്റെ ചിന്തയിൽ, അവന്റെ നിരൂപണത്തിൽ, അവന്റെ വിശ്വാസത്തിൽ കുളത്തിൽ ഇറങ്ങുന്നവൻ മാത്രമേ സൗഖ്യമാകത്തുള്ളൂ. ഇന്ന് വരെ അവൻ കണ്ടിട്ടുള്ളത് കുളത്തിൽ ഇറങ്ങിയവർ സൗഖ്യമായതാണ്. ഇന്ന് വരെ അവൻ കേട്ടിട്ടുള്ളത് കുളത്തിൽ ഇറങ്ങിയവർ സൗഖ്യമായതാണ്. അവൻ പറയുന്നു, ഈ കുളത്തിൽ ഇറങ്ങാതെ എനിക്ക് സൗഖ്യം ഉണ്ടാകത്തില്ല. എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്കാരുമില്ല എന്ന് യേശുവിനോട് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ആ 38 വർഷം രോഗിയായവന്റെ അകത്ത് ഒറ്റ ചിന്തയാണുള്ളത്: സൗഖ്യമാകണമെങ്കിൽ, വിടുതലുണ്ടാകണമെങ്കിൽ കുളത്തിലിറങ്ങണം, ഇതിലിറങ്ങണം, ഇറങ്ങണം. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നീ ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ ദൈവത്തിന്റെ കയ്യിൽ നിനക്ക് വേണ്ടിയുണ്ട്. ഞാൻ ഇവിടെ ഇരിക്കുന്ന ചിലരോട് പ്രവചിക്കുകയാണ്, കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, കുളത്തിൽ ഇറങ്ങിയാലേ സൗഖ്യമാകത്തുള്ളൂ എന്നുള്ളത് നിന്റെ ചിന്തയാണ്. എനിക്ക് നിന്നെ കരയിൽ സൗഖ്യമാക്കാൻ കഴിയും. ഇന്ന് പകൽ നിന്റെ പക്കലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ ദൈവത്തിന്റെ പക്കലുണ്ട്. വിശ്വസിക്കുന്നവരെന്ന് ആത്മാവിൽ അത് സ്വീകരിച്ചേ. ശരിയാണോ? ശരിയാണോ? ഇന്ന് വരെ, ആ നിമിഷം വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. ആ സെക്കൻഡ് വരെ കരയിൽ ഒരുത്തൻ സൗഖ്യമാകുന്നത് അവൻ കണ്ടിട്ടില്ല. കുളത്തിൽ ഇറങ്ങുന്നവനെ സൗഖ്യമാകുന്നത് കണ്ടിട്ടുള്ളൂ. പക്ഷെ കർത്താവിന് പറയാനുണ്ട്, നിന്റെ ഐഡിയ ഒക്കെ മാറ്റിവെച്ചോ, നിന്റെ ടെൻഷനൊക്കെ മാറ്റിവെച്ചോ, നിന്റെ ചിന്തയൊക്കെ മാറ്റിവെച്ചോ. നിന്റെ കയ്യിലില്ലാത്ത വഴികൾ എന്റെ കയ്യിലുണ്ട്. പിശാചേ, ശത്രുവേ, നീ ദൈവസഭയ്ക്ക് വിരോധമായും ദൈവിക പ്രവർത്തികൾക്ക് വിരോധമായും എന്തെല്ലാം പദ്ധതികൾ ഒരുക്കിയാലും സകല സൻബല്ലത്തുമാരുടെയും തോബിയാവുമാരുടെയും ആലോചനകളെ ഉടച്ചു കളഞ്ഞുകൊണ്ട്, ബാബേൽ ഗോപുരം പണിയുന്നവന്റെ ഭാഷയെ മറിച്ചു കളഞ്ഞുകൊണ്ട്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ലെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ തന്റെ ദൂതന്മാരെ അയച്ച്, മീഖായേലിനെ അയച്ച്, ഗബ്രിയേലിനെ അയച്ച്, തന്റെ ദൂതന്മാരെ അയച്ച് അവൻ നിവർത്തിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ അതുകൊണ്ട് വാഗ്ദത്തമുണ്ടെങ്കിൽ ഈ പെന്തിക്കോസ്ത ദിനത്തിൽ, ഈ 50-ാം നാളെന്ന് യഹൂദന്മാർ ആഘോഷിക്കുന്ന ദിനത്തിൽ, ഈ കൊയ്ത്തു പെരുന്നാളിന്റെ ദിനത്തിൽ ഇത് ഓർക്കണം. വാഗ്ദത്തമുള്ളവന് ഒരു കാത്തിരിപ്പുണ്ട്. വാഗ്ദത്തമുള്ളവൻ ചിലത് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. മഹാപ്രതിഫലം ദൈവം നമുക്ക് നൽകുന്നു. ആ മഹാപ്രതിഫലത്തിനായി കാത്തിരുന്നേ പറ്റുള്ളൂ. യേശുവിന്റെ വരവിനാ വേണ്ടി കാത്തിരുന്നേ പറ്റുള്ളൂ. ആ കാത്തിരിപ്പ് ഒരിക്കലും തകർച്ചയാകില്ല. 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കാത്തിരുന്നവൻ കുളത്തിലെ സൗഖ്യമാണ് കാത്തിരുന്നത്. പക്ഷെ സൗഖ്യം നടന്നത് കരയിലാണ്, കുളത്തിലല്ല. സൗഖ്യം നടന്നത് കരയിലാണ്. ഞാൻ വീണ്ടും തിരുവനന്തപുരം സഭയോട് പറയുന്നു, പ്രതീക്ഷിക്കാത്ത, നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. നീ ചിന്തിക്കാത്ത വഴികളിലൂടെ ദൈവം നിനക്ക് വേണ്ടി സഞ്ചരിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഇവിടെ 5-ാമത്തെ വാക്യത്തിൽ യേശു കർത്താവ് പറയുന്നു, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1:5. നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. എല്ലാവരും പറഞ്ഞേ, പരിശുദ്ധാത്മ സ്നാനം. എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്? വിവിധ നിലകളിൽ പരിശുദ്ധാത്മാവിന്റെ അളവുകളെ കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചും വിശുദ്ധ തിരുവെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡിഫറെന്റ് ലെവൽസ്, ഡിഫറെന്റ് മെഷർമെന്റ് ഇൻ ദ ഹോളി ഗോസ്റ്റ്. ആത്മതലങ്ങളിൽ വിവിധ അളവുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കേൾക്കാൻ സന്തോഷമുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന് 21, 22, 23 വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്, ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. യേശുവിന്റെ മേൽ ഇറങ്ങി വന്നു. അപ്പോൾ
നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത് യേശുവിന്റെ സ്നാനത്തിൽ, ഈ നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നാനത്തിലാണ് പ്രധാനമായിട്ടും പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ഒരേ സ്ഥലത്ത് നമ്മൾ കാണുന്നത്. ശ്രദ്ധിക്കുന്നോ? വെള്ളത്തിൽ നിൽക്കുന്നത് ആരാണ്? പുത്രനായ ക്രിസ്തുവാണ്. യേശുവിനെ സ്നാനപ്പെടുത്താൻ ഇപ്പുറത്ത് നിൽക്കുന്നത് ആരാണ്? സ്നാപക യോഹന്നാനാണ്. സ്നാപക യോഹന്നാൻ ആരാണ്? അബിയാക്കൂറിന്റെ നിയമപ്രകാരം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന സക്രിയാവെന്ന പുരോഹിതന്റെ ഏകപുത്രനാണ്. പൗരോഹിത്യ ക്രമവും കൂറും വെച്ചിട്ട് സക്രിയാവ് കഴിഞ്ഞാൽ അടുത്ത പുരോഹിതനാകേണ്ടത് സ്നാപക യോഹന്നാനാണ്. പീതരത്നം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പുനൂൽ ഇവയാൽ തുന്നിച്ചേർത്ത വസ്ത്രം ധരിച്ചുകൊണ്ട്, ഏഫോദ് ധരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതായ ഒരു പുരോഹിതനായി നിൽക്കേണ്ടതായ വ്യക്തിത്വമായിരുന്നു സ്നാപക യോഹന്നാൻ. പക്ഷേ പീതരത്നവും മാണിക്യവും വൈഡൂര്യവും പുഷ്പരാഗവും നീലക്കല്ലും ചുവപ്പുനൂലിനാലൊന്നും നിർമ്മിതമായ വസ്ത്രമല്ല, ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷിച്ചുകൊണ്ട് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്. യോഹന്നാൻ സ്നാപകൻ ഒരു വോയിസ് ആയിരുന്നു, ഒരു കാലഘട്ടത്തിന്റെ, ഒരു സീസണിന്റെ വോയിസ് ആയിരുന്നു. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ശുശ്രൂഷകരോട്, കർത്താവിന്റെ വേല ചെയ്യുന്നവരോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി ദൈവം നിന്നെ മാറ്റും. ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി, ഈ കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി ദൈവം നിന്നെ മാറ്റും. സ്നാപക യോഹന്നാൻ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമായിരുന്നു. വേറൊന്നും സ്നാപക യോഹന്നാൻ പറഞ്ഞില്ല. മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം ഇത്, വാക്കിത്, ഈസ് എ വോയിസ്. അവനൊരു ശബ്ദമായിരുന്നു. ഹല്ലേലൂയ. ഒരു സീസണെ നോക്കി, അല്ലെങ്കിൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തെ പ്രവചിച്ച മനുഷ്യനാണ് യോഹന്നാൻ സ്നാപകൻ. വരാൻ പോകുന്ന വലിയൊരു കാലഘട്ടത്തെ, എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ബലവാനായവൻ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. ഞാൻ നിങ്ങളെ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം കഴിപ്പിക്കും. വീശുമുറം അവന്റെ പക്കലുണ്ട് എന്ന് വരുവാൻ പോകുന്ന വലിയൊരു കാലഘട്ടത്തെ കുറിച്ച് പ്രവചിച്ച മനുഷ്യൻ. ഇപ്പോഴും യോഹന്നാൻ പ്രവചിച്ച ആ കാലത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. എത്ര പേർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയുന്നു? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഒരു തീ പോലെ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ, പരിശുദ്ധാത്മാവ് അഗ്നിയായി പെയ്തിറങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളെ അടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞേ. ക്രിസ്റ്റി, ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാർ, കർത്താവിന്റെ ശുശ്രൂഷയിൽ നിൽക്കുന്നവരോട് സ്നേഹത്തോടെ, ആദരവോടെ ദൈവം തരുന്ന ആലോചന ഞാൻ കൈമാറുകയാണ്. യോഹന്നാനെ ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമാക്കി, ഒരു ഭയമില്ലാത്തവനാക്കി, ധൈര്യമുള്ളവനാക്കി, തന്റേടമുള്ളവനാക്കി, തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിന് വഴി ഒരുക്കുവാൻ യോഹന്നാൻ സ്നാപകനെ പരിശുദ്ധാത്മാവ് നിർത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ ഉണർവുകൾക്ക് വഴി തുറക്കുവാൻ ഭവനത്തിന്റെ ശബ്ദമായി, ഈ രാജ്യത്തിന്റെ ശബ്ദമായി, നിന്റെ സഭയുടെ ശബ്ദമായി സ്വർഗത്തിലെ ദൈവം നിന്നെ അഭിഷേകം ചെയ്യുമെന്ന്, നിന്നെ ആ നിലയിൽ എടുത്തുയർത്തുമെന്ന് ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. അപ്പോൾ ആ കുളത്തിൽ നിൽക്കുന്ന ആദ്യത്തെ ആൾ ആരാണ്? സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ ആരാണ്? ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായം. യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണം. യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണം. ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ ചാപ്റ്റർ, ഏറ്റവും അവസാനത്തെ അധ്യായമാണ് സ്നാപക യോഹന്നാൻ. എന്തുകൊണ്ടാണ് സ്നാപക യോഹന്നാനെ അങ്ങക്ക് ഒട്ടകത്തിന്റെ തോൽ കൊണ്ടുള്ള വസ്ത്രവും വെട്ടിക്കിളിയും കാട്ടുതേനും ഭക്ഷണമായത്? നിന്റെ അപ്പൻ ധരിച്ചതുപോലുള്ള പീതരക്തം, മാണിക്യം, വൈഡൂര്യം, പുഷ്പരാഗം, നീലക്കല്ല്, ചുവപ്പുനൂൽ ഇവയിൽ നിർമ്മിതമായ എഫോദ് ധരിച്ച വസ്ത്രം എന്തുകൊണ്ട് താങ്കൾക്കില്ല? സ്നാപക യോഹന്നാൻ പറയും, എന്റെ അപ്പൻ വരെയായിരുന്നു പൗരോഹിത്യം, എന്റെ അപ്പൻ വരെയായിരുന്നു ആ നിലയിലുള്ള ശുശ്രൂഷ. ഇനി അങ്ങോട്ട് അങ്ങനൊരു കാര്യമില്ല. ആലയത്തിൽ ആട്ടുകൊറ്റനുമായിട്ടോ കാളക്കിടാവുമായിട്ടോ ബലി അർപ്പിക്കാൻ വേണ്ടി ഒരു പുരോഹിതനും പോകേണ്ട ആവശ്യമില്ല. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ വരുന്നു ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന
ദൈവത്തിന്റെ കുഞ്ഞാട്. He is the Lamb of God. ഇതാ വരുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. യോഹന്നാൻ പറയുന്നു, ഇനി അങ്ങനെ ഒരു വസ്ത്രധാരണത്തിന്റെ ആവശ്യം എനിക്കില്ല. കാരണം വരുവാനുള്ളവൻ മഹാപുരോഹിതനായവൻ, ബലിയാകേണ്ടവൻ, യാഗമാകേണ്ടവൻ, മാനവകുലത്തിന് മുഴുവൻ യാഗമാകേണ്ട അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പൗലോസ് അപ്പോസ്തലൻ വിളിച്ച, പെസഹാ കുഞ്ഞാടെന്ന് വിശേഷിപ്പിച്ച ക്രിസ്തു ഭൂമിയിൽ വന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ആ യോർദാൻ നദിയിൽ ആ ചിത്രം കാണാൻ കഴിയണം. ഒന്ന്, ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ അധ്യായമായ സ്നാപക യോഹന്നാൻ. രണ്ടാമത്, പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശു ക്രിസ്തു. മൂന്ന്, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായെന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അപ്പോൾ ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പിതാവിനെ കാണാം, പുത്രനെ കാണാം. കേൾക്കുന്നുണ്ടോ നിങ്ങൾ എന്നെ? ഈ വെള്ളത്തിൽ നിങ്ങൾക്ക് പുത്രനെ കാണാം. പുത്രന്റെ മേളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രാവെന്ന രൂപത്തിൽ വന്നിറങ്ങിയിരിക്കുന്നത് കാണാം. എല്ലാരും പറഞ്ഞ, യോർദാൻ നദിയിൽ ഞാൻ പുത്രനെ കാണുന്നു. യോർദാൻ നദിയിൽ ഞാൻ പുത്രന്റെ മേൽ വന്ന പരിശുദ്ധാത്മാവിനെ കാണുന്നു. യോർദാൻ നദിയിൽ ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയായ സ്നാപക യോഹന്നാനെ കാണുന്നു. യോർദാൻ നദിയുടെ മുകളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന പിതാവായ ദൈവത്തെ കാണുന്നു. അപ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ന്യായപ്രമാണത്തിന്റെ ഒടുവിലത്തെ കണ്ണിയും ഇവരെല്ലാം ഒന്നിച്ച് സമ്മേളിച്ച ഇടമാണ് യേശുവിന്റെ സ്നാനം. അവിടെ അതിനെക്കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്, ഈ യോഹന്നാൻ നിങ്ങളെ ജലത്തിൽ മാത്രമാണ് സ്നാനം കഴിപ്പിച്ചത്, എന്നാൽ നിങ്ങളുടെ മേളിൽ പരിശുദ്ധാത്മാവിന്റെ സ്നാനം നടക്കാൻ പോവുകയാണ്. പറഞ്ഞേ, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഉറക്കെ പറയണം, പരിശുദ്ധാത്മാവിന്റെ സ്നാനം. പരിശുദ്ധാത്മാവിന്റെ സ്നാനം. ഇത് ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം 49 വാക്യത്തിലും പറയുന്നുണ്ട്, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും, നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർക്കുവീൻ. പറഞ്ഞേ, ശക്തി ധരിക്കുക. ശക്തി ധരിക്കുക. എന്നാൽ സമയപരിമിതി കൊണ്ട് പെട്ടെന്ന് പറയട്ടെ, എന്താണ് ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, യേശു കർത്താവിന്റെ മേളിൽ പരിശുദ്ധാത്മ പ്രാവെന്ന രൂപത്തിൽ വന്നു. ക്രിസ്തുപാസ എനിക്ക് 1-2 വാക്യങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ചു വിട്ടാൽ മതി, സമയമില്ലാത്തതുകൊണ്ട്. ലൂക്കോസ് വിശേഷം 4 അധ്യായം 1 വാക്യം. ലൂക്കോസ് 4:1. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. എല്ലാവരും പറഞ്ഞ്, പരിശുദ്ധാത്മ നിറവ്. പരിശുദ്ധാത്മ നിറവ്. കണ്ടല്ലോ അല്ലേ? കണ്ടോ? പരിശുദ്ധാത്മ നിറവെന്ന വാക്ക് കണ്ടോ? ഇനി ലൂക്കോസ് 4:14 വാക്യം നോക്കിയേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ. അടിവരയിടണം, യേശു ആത്മാവിന്റെ ശക്തിയോടെ. ആദ്യം സംഭവിച്ചത് എന്താ? പരിശുദ്ധാത്മ നിറവ്. രണ്ടാമത് എന്തുണ്ടായി? ആത്മാവിന്റെ ശക്തി. ലൂക്കോസ് 4:14 വാക്യത്തിന്റെ അവസാനം, അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടകം പരന്നു. ചേർന്ന് രാമീൻ പറഞ്ഞേ. യേശു കർത്താവ് ദേവാലയത്തിൽ ചെന്നിട്ട് ലൂക്കോസ് 4:18-19 പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേളിലുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് പറയാൻ കഴിയും? അവന്റെ ആത്മാവ് എന്റെ മേളിലുണ്ട്, അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോ വിവിധ പരിശുദ്ധാത്മ പ്രവൃത്തികളെ കുറിച്ചും അതിന്റെ അളവുകളെ കുറിച്ചും യേശുവിനോടുള്ള ബന്ധത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റി. യേശുവിന്റെ മേൽ പരിശുദ്ധാത്മാ വന്നു, യേശു ആത്മാവിന്റെ നിറവിലേക്ക് പോയി, യേശു ആത്മാവിന്റെ ശക്തിയിലേക്ക് പോയി, പിന്നത്തേതിൽ യേശു കർത്താവ് ആത്മാവിന്റെ അഭിഷേകത്തിലേക്ക് പോയി. ഡിഫറെന്റ് ലെവൽസ്. ഹല്ലേലൂയ. എന്നാൽ എന്താണ് പരിശുദ്ധാത്മ സ്നാനം? ദ ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്. അതിന്റെ പ്രത്യേകത എന്താ? പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്, എനിക്ക് വിശ്വാസ സ്നാനമൊന്നും സ്വീകരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചിട്ടുള്ള ആളാണ്. ഇത് രണ്ടും രണ്ടാണ്. പരിശുദ്ധാത്മ സ്നാനവും വെള്ളത്തിൽ ഇറങ്ങിയുള്ള വിശ്വാസ സ്നാനവും രണ്ടും രണ്ടാണ്. ഇത് രണ്ടും വ്യത്യസ്തമാണ്.
ചേർന്ന് രാമീൻ പറഞ്ഞേ. Amen. ഈ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞുതരാം, കുറച്ച് സമയമേ ഉള്ളൂ. ആദ്യമായി നമുക്കുണ്ടാകുന്ന ആത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയത്തില്ലേ, അതാ പറഞ്ഞ് നിങ്ങൾ നഗരം വിട്ടു പോകല്, നിങ്ങൾക്ക് എന്തുണ്ടാകാൻ പോവാ? പരിശുദ്ധാത്മ സ്നാനം എന്ന് വെച്ചാൽ ആദ്യമായി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരാൻ പോവാ. കേൾക്കുന്നോ നിങ്ങൾ? നമുക്കുണ്ടാകുന്ന ഫസ്റ്റിലെ ഉണ്ടാകുന്ന ആത്മാവിന്റെ അനുഭവമാണ് പരിശുദ്ധാത്മ സ്നാനം. ഇത് ഈ പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച ഒത്തിരി പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആദ്യമായിട്ട് ദൈവശക്തി പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ മേൽ വന്നത് ഇപ്പോഴും ഓർമ്മയുള്ളവരെന്ന് കൈപൊക്കി. കണ്ടോ, എനിക്കറിയാം ഓർമ്മയാണോ? എൻ്റെ ഈ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ 26 വർഷത്തോളമായിട്ടുള്ള ഈ ഷോർട്ട് പീരീഡിൽ ഒരുപാട് അഭിഷിക്തന്മാർ വ്യക്തിപരമായി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എന്നോടും നമ്മുടെ സഭയോടുമുള്ള ദൈവിക ആലോചന അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റെയ്നാഡ് ബോങ്കെ തൊട്ട് പാസ്റ്റർ ബെന്നിഹിൻ തൊട്ട് പാസ്റ്റർ ക്രിസ് തൊട്ട് ഒരുപാട് ആളുകൾ, ഒത്തിരി പ്രവാചകന്മാർ, ഒത്തിരി അഭിഷിക്തന്മാർ, ഇന്ത്യയിലുള്ളവരും ഇന്ത്യക്ക് പുറത്തുള്ളവരും, അങ്ങനെ ഒത്തിരി പേര്. അപ്പൊ ഇവരെല്ലാവരും പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 1999 ഞാൻ രക്ഷിക്കപ്പെടുന്നത്. 2000 എൻ്റെ വീട്ടിൽ ഒരു ഈവനിങ് ടൈമിൽ നടന്നൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയിൽ ഇന്ന് ഞങ്ങളുടെ ആ പ്രിയ സഹോദരൻ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്, ഷാജി ബ്രദർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം മിൽമയിൽ വർക്ക് ചെയ്യുന്ന മനുഷ്യനാണ്. ഇന്ന് മീറ്റിങ്ങിനുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ തിരുവനന്തപുരക്കാരനാണ്. അദ്ദേഹം വന്ന് അടൂരിനടുത്തുള്ള സ്ഥലത്ത്, അവിടെ ഒരു ബൈബിൾ കോളേജ് ഉണ്ട്, ആ ഒരു സ്ഥലത്ത് താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ ഈവനിങ്ങിൽ പ്രേയറിന് വരുമായിരുന്നു. കോളേജ് പിള്ളേരുടെ സ്റ്റുഡൻസിന്റെ പ്രാർത്ഥന നടക്കുന്ന സമയം ഞങ്ങളൊന്നൊരു 8-10 ചെറുപ്പക്കാർ ഒന്നിച്ച് വട്ടം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ആ ദിവസങ്ങളിൽ ഫാസ്റ്റിങ്ങിലാണ്. എൻ്റെ ആഗ്രഹം, എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ വേണം, എനിക്ക് പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കണം, പരിശുദ്ധാത്മ സ്പർശനം ഉണ്ടാകണം. ഫാസ്റ്റിംഗ് ഇരിക്കുകയാണ്. അന്ന് വൈകുന്നേരം ഈ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് അതിശക്തമേറിയ നിലയിൽ ഒരു ദൈവശക്തി എൻ്റെ മേളിൽ വന്നു. ആ മീറ്റിങ്ങിൽ പങ്കെടുത്ത ചെറുപ്പക്കാർക്കും എൻ്റെ ഭവനത്തിലുള്ളവർക്കും അറിയാം, ഞാൻ ആ കോർണറിലാണ് ഇരുന്നതെങ്കിൽ ഞാൻ പോലും അറിഞ്ഞില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് കണ്ണു തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുകയാണ്. നദി എന്നെ ഒഴുക്കിക്കൊണ്ട് പോയെന്നൊക്കെ പറയത്തില്ലേ, ആ നദി എന്നെ നിയന്ത്രിച്ചു, ആ നദി എന്നെ ഒഴുക്കിക്കൊണ്ട് പോയി എന്ന് പറയില്ലേ. ഒരു ആത്മനദിയിലേക്ക് കർത്താവിനെ ഇറക്കി. ഞാൻ ഇങ്ങനെ നിങ്ങളോട് പറയുന്നത്, ഇത് മറ്റൊരു കാര്യം പറയാനാണ് ഞാനത് പറഞ്ഞത്. അന്നുണ്ടായ ആ സാന്നിധ്യവും ശക്തിയും നിറവും എന്നെ സംബന്ധിച്ച് എനിക്ക് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചതാണ്. അതിനേക്കാളും വലിയ പവറിൽ ദൈവം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. അതിനേക്കാളും വലിയ ദൈവശക്തി പിന്നത്തേതിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും റെയ്നാഡ് ബോങ്കയൊക്കെ ഇമ്പാർട്ടേഷൻ നൽകി പ്രാർത്ഥിച്ച് കഴിഞ്ഞ് 2 ദിവസം ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം ഭക്ഷണം പോലും കഴിക്കണമെന്ന് തോന്നാതെ, മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരുന്ന് പ്രാർത്ഥിച്ച അനുഭവങ്ങളുണ്ട്. അത്ര ഹെവി ആയിരുന്നത്. എന്നാൽ എനിക്കാദ്യം ഉണ്ടായ അനുഭവം ഇല്ലേ, ആ 2000 ആദ്യം എൻ്റെ വീട്ടിൽ വെച്ചുണ്ടായ അനുഭവം, അത് ഞാൻ മറക്കില്ല. അത് പരിശുദ്ധാത്മ സ്നാനമായിരുന്നു. 2-3 കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എൻ്റെ വിവാഹ ദിവസം കർത്താവിൻ്റെ അഭിഷിക്തൻ പാസ്റ്റർ എം.എ. വർഗീസ് ഞങ്ങളെ കൈപിടിപ്പിച്ചു തന്ന, ആയിരക്കണക്കിന് ജനങ്ങളുടെ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട ആ വിശുദ്ധ വിവാഹം ഞാൻ മറക്കില്ല, ആ മൂമെന്റ്. 2, ദി ബെന്തിക്കോസ് മിഷൻ എന്ന് പറയുന്ന കൊട്ടാരക്കരയിലുള്ള വലിയൊരു കൂട്ടായ്മയിൽ ഒരു മാസയോഗത്തിൽ ആയിരക്കണക്കിന് വിശുദ്ധന്മാരുടെ ദൈവമക്കളുടെ നടുവിൽ ഒരാൾ, അന്ന് സ്നാനപ്പെടാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു, ഒറ്റ ഒരാൾ, ഞാൻ മാത്രം ഇറങ്ങി ഒരു അഭിഷിക്തന്റെ കയ്യിലൂടെ, അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു അപ്പോസ്തലന്റെ കരത്തിലൂടെ ദൈവം എനിക്ക് നൽകിയ ആ സ്നാന ശുശ്രൂഷ ഞാൻ മറക്കില്ല.
ഇപ്പൊ ഞാൻ സ്നാനപ്പെട്ട മൂവ്മെന്റ് എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ സ്നാനപ്പെട്ട മൂവ്മെന്റ് ഓർമ്മയുള്ളവരുന്ന് കൈപൊക്കി കണ്ടോ? കല്യാണ ദിവസം ഓർമ്മയുള്ളവരെന്ന് കൈ ഉയർത്തിയേ. കല്യാണ ദിവസം ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളായിരുന്നു. ഓർമ്മയില്ലേ? ഓർമ്മ വേണം. പ്രൈസ് ദി ലോർഡ്. നീ ഓർക്കണ്ട, പിന്നെ ഓർത്താ മതി. ചേർന്ന് രാമ്യം പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ആ ദിവസം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേളിൽ ആദ്യമായി വന്ന ആ ഫസ്റ്റ് എക്സ്പീരിയൻസ്. അത് അനുഭവിച്ചവരൊന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞേ. ആ ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഞാനതിന് ഒരു വാക്യം ഒന്ന് തെളിയിക്കാൻ, അതിനൊരു തെളിവിനായി വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 11-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 11, 15, 16. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് മനസ്സിലാകത്തില്ല. പത്രോസ് അപ്പോസ്തലൻ വാ തുറന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ എന്ന് വെച്ചാൽ ഈ പെന്തിക്കോസ്ത് ദിനത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ വന്നതുപോലെ അവരുടെ, മോനെ ശ്രദ്ധിക്കണം, അവരുടെ മേലും വന്നു. ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പം, ഇത് നടന്നു കഴിഞ്ഞപ്പം അടുത്ത വാക്യത്തിൽ പത്രോസ് എന്നാ പറഞ്ഞേ? അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഓർത്തു. പിടികിട്ടിയോ? മനസ്സിലായില്ല? തിരുവനന്തപുരം കാര്യം മനസ്സിലാക്കാൻ ഇച്ചിരി വേണം, കുറച്ചുകൂടെ കാര്യമായിട്ട് പറയണം. ആദ്യമായി ഒരു കൂട്ടത്തിന്റെ മുകളിലേക്ക് പരിശുദ്ധാത്മാവ് വരികയാണ്. ആരാ ശുശ്രൂഷിക്കുന്നേ? ആളുടെ പേര് പറ. ഞാനിനി നിങ്ങളുടെ രീതിയിൽ സംസാരിക്കണോ? പറഞ്ഞേ. പത്രോസ് സംസാരിക്കുകയാണ്, പത്രോസ് പ്രസംഗിക്കുകയാണ്. പത്രോസ് പ്രസംഗിച്ചപ്പോ അതുവരെ ആ കൂട്ടത്തിന്റെ മേളിൽ എന്ത് വന്നിട്ടില്ല? ആ പുറകിലിരിക്കുന്ന ബ്രദർ പറഞ്ഞ ആര് വന്നിട്ടില്ല? പരിശുദ്ധാത്മാവ് വന്നിട്ടില്ല. എന്നാൽ പൊടുന്നനവേ ആ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവർ എല്ലാം മേളിലേക്ക് പരിശുദ്ധാത്മാവ് വന്നു. ഉടനെ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അന്നേരം ഓർത്തെന്ന്. അപ്പൊ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറഞ്ഞാൽ എന്നാ? ആദ്യമായി ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവം. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ആദ്യമായി ആത്മാവിൽ ഉണ്ടാകുന്ന അനുഭവം. ഒന്ന് രണ്ട് ചേർന്നൊരു ഹല്ലേലൂയ പറയാം. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം. ഓക്കെ. ഈ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമക്കുവാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ചേർന്ന് രാമീൻ പറഞ്ഞു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ഇന്ന് ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകളുടെ മേളിലും ഇങ്ങനെ വെള്ളത്തിൽ നിമജ്ഞനം ചെയ്യുന്നത് പോലെ ആത്മാവിന്റെ നദിയിലൊന്ന് ഇറങ്ങുന്ന ഒരു അനുഭവം ആഗ്രഹിക്കുന്ന ഒരു അതിരിവുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു വലിയ ആത്മ പകർച്ച ഇന്ന് ഇതിൽ സംഭവിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ പറയാം, ഈ ശമരിയ പട്ടണത്തിൽ ക്രിസ്തുപാസ് ഇത് പ്രത്യേകം നമ്മുടെ പാസ്റ്റർമാരെല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരുടെ മേളിലും യഥാർത്ഥമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. വലിയ ആത്മപകർച്ച നടക്കണം. ചേർന്ന് രാമീൻ പറഞ്ഞേ. മോശയുടെ മേളിൽ കിടന്ന ആത്മാവിനെ എടുത്ത് ആ 70 പേരുടെ മേളിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവരും പ്രവചിച്ചു. കാരണം മോശ ആരായിരുന്നു? മോശ പ്രവാചകനായിരുന്നു. ആ സ്പിരിറ്റിന്റെ ഇമ്പാർട്ടേഷൻ ഉണ്ടായി. ചേർന്ന് രാമീൻ പറയാം. ശമരിയ പട്ടണത്തില് അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം, അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 8-ാം അധ്യായം 14, 15, 16 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അനന്തരം യെരൂശലേമിലുള്ള അപ്പോസ്തലന്മാർ ശമരിയയിൽ ദൈവവചനം കൈക്കൊണ്ട് എന്ന് കേട്ട് പത്രോസിനെയും യോഹന്നാനെയും അവർ അടുക്കൽ അയച്ചു. അവര് ചെന്ന് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കേൾക്കുന്നോ? ഇന്ന് അങ്ങനെ ഒരു പ്രാർത്ഥന ഇവിടെ ഉണ്ടാവും. സന്തോഷമില്ലല്ലോ, എന്നാ പിന്നെ പ്രാർത്ഥിക്കണ്ട. അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചു. ഇത് പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല.
ഞാൻ ഒരു രാജ്യത്ത് പോയ സമയത്ത് ഞാൻ ചോദിച്ചു, ആ ദൈവദാസനെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി എന്നോട് ചോദിച്ചു, എന്തിനാണ് അദ്ദേഹത്തെ കാണുന്നതിൻ്റെ ആവശ്യം പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അദ്ദേഹം വലിയൊരു അഭിഷിക്തനാണല്ലോ, ആ അഭിഷേകത്തിൻ്റെ ഒരു പകർച്ച എനിക്കും ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, $1 കയ്യിലെടുത്തോളാൻ പറഞ്ഞു. $1 പുള്ളിക്ക് കൊടുക്കാൻ $1 കയ്യിലെടുത്തോളാൻ പറഞ്ഞു. ഞാനപ്പം ഒന്നും പറഞ്ഞില്ല, ഞാൻ അങ്ങനെ പറയുന്ന ആളല്ല. പക്ഷെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഇത് $1 കൊടുത്ത് മേടിക്കുന്നതല്ല, ഇത് $1 കൊടുത്ത് മേടിക്കുന്ന അല്ല ഇത്. ഒരിക്കലും ഒരുത്തൻ $1 പോയതാ, പിന്നെ അവനെ കണ്ടിട്ടുമില്ല. ഏതാ? പരിശുദ്ധാത്മാവിനെ മേടിക്കാനായിട്ട് പത്രോസിന്റെ അടുക്കൽ ദ്രവ്യവുമായിട്ട് കടന്നു പോയതാണ്. പിന്നെ അവൻ രംഗത്തില്ലായിരുന്നു. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. നീയും നിന്റെ ധനവും നിന്റെ കൂടെ നശിച്ചു പോകട്ടെ എന്ന് പത്രോസ് പറഞ്ഞു. പത്രോസ് പറഞ്ഞ ആയതുകൊണ്ട് രക്ഷപ്പെട്ടു, വന്ന് ലൈവില്ലായിരുന്നു. നീയും നിന്റെ ധനവും നിന്റെ കൂടെ നശിച്ചു പോകട്ടെ എന്ന് പത്രോസ് പറഞ്ഞു. നീ ദൈവത്തിന്റെ ദാനം പണത്തിന് മേടിക്കാൻ വന്നിരിക്കുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇത് പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല. എന്നാൽ ബൈബിൾ നമുക്ക് തരുന്ന ഒരു അനുവാദമുണ്ട്. ഒന്ന്, പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരാൻ നമ്മൾ ആഗ്രഹിക്കണം. 2, അഭിഷിക്തന്മാർ, ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്ന, ദൈവത്താൽ നിയോഗിതരായിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷിക്തന്മാർ പ്രാർത്ഥിച്ചാൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവ് ലഭിക്കാൻ പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവിനെ ദാനമായി കൊടുക്കുന്ന ദൈവം അവരുടെ മേലത് പകരും. നോക്കിയേ, ഇനി ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണെന്നുള്ളത് നമുക്ക് പിന്നെ കിട്ടൂല. അവർ ചെന്നു, അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന് അവർക്കായി പ്രാർത്ഥിച്ചു. അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. അവർ കർത്താവായ യേശുവിന്റെ നാമത്തിൽ സ്നാനം ഏറ്റിരുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. അവർ അപ്പോസ്തലന്മാർ, ദൈവത്തിന്റെ ദാസന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഹല്ലേലൂയ. അപ്പൊ അതിന്റെ 19-20 വാക്യത്തിലാണ് അപ്പോസ്തലന്മാർ കൈവച്ചതിനാൽ പരിശുദ്ധാത്മാവ് ലഭിച്ചത്. ശീമോൻ കണ്ടാറെ, ആ ശീമോൻ വന്നിട്ട് പറഞ്ഞു, ഈ അധികാരം എനിക്കും തരണം. പാസ് കൈവെക്കുമ്പോൾ ആളുകൾ ദൈവശക്തി പ്രാപിക്കുന്നു, തറയിൽ വീഴുന്നു. ഞാൻ കുറച്ച് കാശ് തരാം, ഈ അധികാരം എനിക്കൂടെ തരാൻ പറഞ്ഞു. പറഞ്ഞത് നല്ല പുള്ളിയോടാ പറഞ്ഞേ. ആരോടാ പറഞ്ഞേ? കൃത്യമായിട്ട് പോയി പത്രോസിനോടാ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ആരും മിണ്ടുന്നില്ലല്ലോ. ഈ പാവപ്പെട്ട മനുഷ്യനൊക്കെ ആണ്ട ഇതൊക്കെ യോഗത്തിലിരുന്ന്. ഇവിടെ പത്രോസ് വല്ലതും ആയിരുന്നേ 4-3-7 പേരെ കാണുള്ളായിരുന്നു. ആരും മിണ്ടുന്നില്ല. ഉറപ്പാ, പത്രോസ് വല്ലതും ആയിരുന്നെങ്കിൽ. സ്തോത്രം. അനന്യാസിന്റെ സഫീറയുടെ ചരിത്രത്തിലോട്ട് പോകണ്ടല്ലോ, ഇപ്പൊ തന്നെ ഓക്കെ ആയിട്ടിരിക്കുകയാണല്ലോ. പത്രോസ് ശിമോനോട് പറഞ്ഞു, നീ ദൈവത്തിന്റെ ദാനം പണത്തിന് വാങ്ങിക്കൊള്ളാമെന്ന് നിരൂപിക്കൊണ്ട് നിന്റെ പണം നിന്റെ കൂടെ നശിച്ചു പോകട്ടെ. ഇതിനകത്തെങ്ങും നിങ്ങൾ പെടരുത്. ഇങ്ങനെ ഒത്തിരി ട്രെൻഡുകളുണ്ട്. ഈ എണ്ണ മേടിച്ച് പ്രാർത്ഥിച്ച്, എണ്ണയ്ക്ക് 10 രൂപയാണ്. ഈ എണ്ണയ്ക്ക് എത്ര? 10 രൂപയാണോ? ഇപ്പോൾ 10 രൂപയൊക്കെ മാറി. ഈ എണ്ണയ്ക്ക് 100 രൂപയാണ്. ഈ എണ്ണ എടുത്ത് നിങ്ങൾ പൊത്തി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടും. ഈ എൻ്റെ ചർച്ചയിൽ നിന്ന് ഈ ടീഷർട്ട് മേടിച്ച് ഈ ടീഷർട്ട് ഇടുമ്പോൾ അഭിഷേകത്തിൻ്റെ പകർച്ച ഉണ്ടാകും. ഇങ്ങനൊന്നും പറയുന്നതിനകത്തൊന്നും പെടരുത്. ദൈവത്തിന്റെ ദാനം പൈസ കൊടുത്ത് മേടിക്കാൻ പറ്റുന്നതല്ല. ഒന്ന് കരമടിച്ച് കർത്താവ്, അത് ദൈവത്തിന്റെ കരുണയാണ്. അത് ദൈവത്തിന്റെ കരുണയാണ്. ദൈവിക ശുശ്രൂഷകൾ പോലും ദൈവത്തിന്റെ ദാനമാണ്. കർത്താവ് പറയുന്നു, നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് നിങ്ങൾ സൗജന്യമായി കൊടുക്കേണ്ടവരാണ്. ഒന്ന് ചേർന്ന് കർത്താവിന് നന്ദി പറഞ്ഞേ. എണ്ണ പൂശി പ്രാർത്ഥിക്കണം. എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ ബൈബിളിൽ അനുവാദം തന്നിട്ടുണ്ട്. അപ്പോസ്തലന്മാർ എണ്ണ പൂശി പ്രാർത്ഥിച്ചു. മൂപ്പന്മാർ എണ്ണ പൂശി പ്രാർത്ഥിച്ചു. അത് നമ്മൾ ഇപ്പം ഒലിവ് ഓയിൽ എന്ന് പറഞ്ഞൊരു ഓയിലുണ്ട്. സാധാരണ ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നത് സലാഡ് ഉണ്ടാക്കാനാണ്. സലാഡിനകത്തൊക്കെ ഒഴിച്ചാൽ നല്ലതാ. വല്ലതും കേൾക്കുന്നുണ്ടോ? എന്നാൽ ഇതേ ഒലിവ് ഓയില് പ്രാർത്ഥിച്ച് തൈലക്കൊമ്പിനകത്ത് ഒഴിച്ച് സാമുവേൽ കൊണ്ടുപോയി ദാവീദിന്റെ മേളിലോട്ട് ഒഴിച്ചപ്പോൾ ആത്മാവ് അവന്റെ മേളിൽ വന്നു. അപ്പം ഓരോ സ്ഥലങ്ങളും, ഞങ്ങളൊരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഗോഡൗണ്, ഒരു സിമെന്റ് ഗോഡൗണ്,
ഒരു ദൈവദാസൻ വാങ്ങിച്ചു, വിലയ്ക്ക് മേടിച്ചിട്ട് അതിനെ ചർച്ചാക്കി പണിതു, കൺവേർട്ട് ചെയ്തു. ഞാൻ അവിടെ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ വാക്കിതാണ്, ഇതിൻ്റെ ഉടമസ്ഥൻ ഈ ഗോഡൗൺ പണിഞ്ഞത് സിമെന്റ് കൂട്ടി വെക്കാനും മറ്റു പല കാര്യങ്ങൾക്കുമാണ്. പക്ഷെ ഇന്ന് ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് ഈ സ്ഥലത്തെ വിശുദ്ധീകരിച്ച് ഈ സ്ഥലത്തിന്റെ പ്രവർത്തനങ്ങളെ കൺവേർട്ട് ചെയ്യുകയാണ്. ഇതിനെ കൺവേർട്ട് ചെയ്യുകയാണ്. കാരണം സ്തോത്രത്താലും പ്രാർത്ഥനയാലും സകലതും വിശുദ്ധീകരിക്കപ്പെടുന്നു. കരമടിച്ചത് സ്തോത്രത്താലും പ്രാർത്ഥനയാലും സകലതും ശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ എണ്ണ പൂശി പ്രാർത്ഥിക്കേണ്ടെന്നല്ല ബൈബിൾ പറയുന്നത്. ഈ പൈസ കൊടുത്ത് എണ്ണയൊക്കെ മേടിച്ച്, പണ്ട് ഞങ്ങളുടെ അമ്മ, ഞങ്ങളൊരു സാമുദായിക സഭയിലായിരുന്ന സമയത്ത് ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ പോകുമായിരുന്നു. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ, ഇന്ന് എനിക്ക് എത്ര വയസ്സുണ്ട്, 15-16 വയസ്സൊക്കെ ഉള്ളൂ. അത് വേറൊരു ധ്യാനകേന്ദ്രം പോലൊരു സംവിധാനമാണ്. അവിടുന്ന് അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഞാൻ ആരുടെയും വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നില്ല. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞൊരു കാര്യം പറയാം. അന്ന് ഞാൻ ഇച്ചിരി ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്, യൗവനക്കാരനാണ്. അപ്പോൾ അവിടെ ഈ പ്രാർത്ഥന കഴിയുമ്പം കുന്തിരിക്കം കിട്ടും. 10 രൂപ കൊടുത്താൽ അവർ പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്ന കുന്തിരിക്കം അത് മേടിച്ച് വീടിന് ചുറ്റും പുകയ്ക്കുമ്പോൾ എല്ലാ ബാധകളും ഒഴിയും. സത്യം പറഞ്ഞാൽ അമ്മ ആ കുന്തിരിക്കവും മേടിച്ചുകൊണ്ട് വരുമ്പോൾ ബാധയൊന്നും ഒഴിയല്ലെന്ന് എനിക്കറിയാം. കൊതുവും കാണുകയില്ല, നല്ല മണവുമായിരുന്നു. ഞാൻ അതുകൊണ്ടൊന്നും പറഞ്ഞില്ല. കൊതുവും പോകുന്നുണ്ട്, പിന്നെ അത്യാവശ്യം നല്ല മണം ഉണ്ടായിരുന്നു. ചേർന്ന് രാമ്യം പറഞ്ഞ്, ഈ ദൈവത്തിന്റെ ദാനം കാശ് കൊടുത്ത് മേടിക്കുന്നതല്ല. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്നവരോർത്തോണം, ഹൃദയം തകർന്ന് ചങ്ക് പൊട്ടി പ്രാർത്ഥനയോടെ തമ്പുരാനോട് കാത്തിരുന്ന് ആവശ്യപ്പെട്ടാൽ എൻ്റെ ദൈവം നിന്റെ പെരയ്ക്കകത്ത് ഇറങ്ങി വരും. എൻ്റെ ദൈവം നിന്റെ അടുത്തിറങ്ങി വരും. ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവനുമായ കർത്താവ് നിന്നെ രക്ഷിക്കും. കൈകളൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് ശബ്ദമുയർത്തി ഹല്ലേലൂയ. അപ്പോൾ അപ്പോസ്തലന്മാർ അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. നിങ്ങൾക്കറിയാമോ, ആഭിചാരകനായ താഴോട്ടൊന്ന് വായിച്ചേ, 22-21 വാക്യത്തിൽ പോയെ. നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരിലുള്ളത് ആകെ അല്ലാത്തതിനാൽ ഈ കാര്യത്തിൽ നിനക്ക് പങ്കും ഓഹരിയുമില്ല. ഓക്കെ, മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാം, പക്ഷെ നിന്റെ ഹൃദയത്തിലെ നിരൂപണം ക്ഷമിച്ചു കിട്ടുമായിരിക്കും. അത്രേ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈ ഉയർത്തി പിടിച്ചോ. പരിശുദ്ധാത്മാവ്, ഇന്ന് പെന്തിക്കോസ് നാളാ, ഇന്ന് പെന്തിക്കോസ് ദിനമാ. ഇന്ന് എന്ത് ദിവസമാ? പെന്തിക്കോസ് ദിനമാ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ സ്വീകരിക്കാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു? ഇല്ല, കണ്ണു തുറന്നു പിടിച്ചോ. കൈ ഉയർത്തി പിടിച്ചോണം, കണ്ണും തുറന്നു പിടിച്ചോണം. ഞാൻ ആ വാക്യം പറയാം. നീ വഷളത്വമെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. എനിക്ക് വചനത്തെ ഉള്ളതേ എന്നോട് പിണങ്ങല്ലേ, ഞാൻ വചനം വായിക്കുക. നീ വഷളത്വമെല്ലാം വിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചാൽ ഇന്ന് പകൽ നിന്റെ മേളിൽ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വരും. ഒന്ന് കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ശബ്ദം ഉയർത്തി കർത്താവിന് നന്ദി പറയാം. പരിശുദ്ധാത്മാവെ എന്നെ നിറയ്ക്കണമേ, പരിശുദ്ധാത്മാവെ നിന്റെ ശക്തി എന്റെ മേൽ പകരണമേ. ആ കരങ്ങൾ അടിച്ചതൊന്ന് സ്വീകരിക്കാൻ ഇന്ന് പകൽ തയ്യാറായ ആ വലിയ ദൈവശക്തി എന്റെ മേളിൽ കർത്താവ് പകരട്ടെ. ഓ ശഖമരദനസിയ. ദൈവമക്കളെ, ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ഒന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ഒരാളുടെ മേളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ, അതിന് 2-3 സൈൻ ഉണ്ട്. പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ് ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങൾ കാണാം. കേൾക്കാൻ റെഡിയാണോ? അതുകൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചാ പോരെ? പരിശുദ്ധാത്മാവ് ഒരാളിലുണ്ടെങ്കിൽ പ്രധാനമായും 3 കാര്യങ്ങൾ കാണാം. ഒന്നാമത്തെ കാര്യം വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 4:31. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ആ പരിശുദ്ധാത്മാവുള്ളവനിൽ ഒന്നാമത് കാണുന്ന കാര്യം എന്താ കാണുന്നേ? കർത്താവിന് വേണ്ടിയും തന്റെ വചനത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ധൈര്യം. ഏത് പുള്ളിയുടെ മുമ്പിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു ധൈര്യം. ഞാൻ വീണ്ടും ഒരു കാര്യം എടുത്തു പറയാണ്.
രണ്ടു പേരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് രണ്ട് വാക്ക് പറയാൻ മുട്ടിടിക്കുന്ന നിന്നെ 10,000ങ്ങളുടെ നടുവിൽ നിർത്തി, ഓ യേശുവിന്റെ നാമത്തിൽ, ഇതാരോടുള്ള ഒരു ദൂതാണ്. രണ്ട് വാക്ക് പറയാൻ രണ്ടു പേരുടെ മുമ്പിൽ നിന്നാൽ മുട്ടിടിക്കുന്ന നിന്നെ പ്ലാറ്റ്ഫോമുകളിൽ നിർത്തി 10,000ങ്ങൾക്ക് വേണ്ടി ദൈവവചനം ശുശ്രൂഷിപ്പിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കൈകൾ അടിച്ചാത്മാവിൽ ദൈവത്തിന് നന്ദി പറഞ്ഞേ. അപ്പോ പരിശുദ്ധാത്മാവ് ഉള്ളവനിൽ ഉണ്ടാകുന്ന കാര്യം എന്നാ? ധൈര്യം. ഞാൻ കഴിഞ്ഞ ദിവസം ഗുജറാത്തി മീറ്റിങ്ങിന് പോയി. ഷിജിൻ ഉണ്ടായിരുന്നു. ഈ ലൈവിന്റെ സൗണ്ട് എനിക്ക് ഒരു ജീവിതത്തിൽ ആദ്യമായി 1.5 മണിക്കൂർ ഇംഗ്ലീഷിൽ പ്രസംഗിച്ച് ഞാൻ അവിടെ രാജു കാമന്ത് എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ അത് ഗുജറാത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ആരാലും പട്ടി കടിക്കാൻ വന്നാൽ ഓടിയിരിക്കും, ഉറപ്പായിട്ട് ഓടും. ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത്, അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാം എന്നോട് പറയാം, എൻ്റെ കൂടെ നിൽക്കുന്നത് പറയാം, പാസ്റ്റേ ഇതൊരു ഗ്രേറ്റ് ഗ്രേസ് ആണ്. ഇത് ഗ്രേറ്റ് ഗ്രേസ് അല്ല, എന്തെങ്കിലും പറയണ്ടേ, ആളുകൾക്ക് മനസ്സിലാവണ്ടേ. എന്തായാലും ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. യേശു കർത്താവ് മുക്കുവന്മാരെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. കാറ്റിന്റെയും കടലിന്റെയും ഈ തിരകളുടെയൊക്കെ ഇടയിലൂടെ കിടന്ന് കളിച്ചവരെ കർത്താവിന് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു. എന്നിട്ടും അവരിൽ പലയിടത്തും ഞാൻ ധൈര്യക്കുറവ് കണ്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, എല്ലാവരും പ്രസംഗിക്കുമ്പം പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു തിരുത്തൽ കൊണ്ടുവരികയാണ്, ഒരു മാറ്റം കൊണ്ടുവരികയാണ്. എന്നെ വിമർശിച്ചാലും കുഴപ്പമില്ല, ഞാനൊരു തിരുത്തൽ കൊണ്ടുവരികയാണ്. യേശു ക്രിസ്തു മുക്കുവരെ തെരഞ്ഞെടുത്തത് ഇവർക്ക് പേടിയില്ലാത്തത് കൊണ്ടാണ് മുക്കുവന്മാരെ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ മുക്കുവരെ തിരഞ്ഞെടുത്തത് ഒരു ഭയമില്ലാത്തവരായതുകൊണ്ടാണ്, ബോൾഡായിട്ടുള്ളവരാണ്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ മുക്കുവനായ പത്രോസ്, ഈ സഹോദരന്മാര് ബോൾഡായിരുന്നോ? കാറ്റും കടലും വന്നപ്പോൾ അവരതിനെ വിശ്വാസത്തോടെ നേരിടുകയായിരുന്നോ? ഞങ്ങൾ ചാവാൻ പോവാന്നേ എന്ന് പ്രാർത്ഥിക്കുമായിരുന്നോ? അപ്പൊ അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നോ? ഇല്ല. നിസ്സാരം ഒരു കൊച്ചു 12 വയസ്സുള്ള ഒരു പെങ്കൊച്ച്, നീയും ആ ഗലീലക്കാരനല്ലേ, നീ ഇവന്റെ കൂടെ നടന്നതല്ലേ എന്ന് പറഞ്ഞപ്പം യേശുവിനെ ഇതേ പുള്ളി തള്ളിപ്പറഞ്ഞ് ആണയിട്ട് പ്രാഗി സ്ഥലം വിട്ടോ? പറ. അപ്പൊ ആ ധൈര്യം ഉണ്ടായിരുന്നോ? ഞാൻ പറയുന്നു, ഈ ധൈര്യം എന്ന് പറയുന്നത് ഭാര്യ അടിക്കുന്ന ധൈര്യത്തെ കുറിച്ചല്ല. ആരും മിണ്ടല്ലോ. പ്രൈസ് ലോർഡ്. കമ്പോളത്തിൽ ഇറങ്ങി ഈ കവലച്ചട്ടമ്പിയായി കളിക്കുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ, ആ ധൈര്യമല്ല. പ്രൈസ് ലോർഡ്. അതിന് ഒരു അഭിഷേകവും ഒരു കൃപയും വേണ്ട. ഇപ്പൊ പോകുന്ന പോലെ അങ്ങ് പോയാൽ മതി. സ്തോത്രം. ഈ ആളുകളോട് വഴക്കിടാൻ പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതിന് ഒരു സംഭവം വേണ്ട. പക്ഷേ ദൈവവചനത്തിന് വേണ്ടി നിൽക്കാൻ, അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കാൻ, ഞാൻ കേട്ടത്, ഞാൻ അറിഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് സത്യമാണ്. ഈ സത്യത്തിനകത്തുനിന്ന് 1 ഇഞ്ച് ഞാൻ പുറകോട്ട് പോകുകയല്ല.
ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇതെന്റെ അനുഭവമാണ്. ഞാൻ ഈ സത്യത്തിൽ നിൽക്കും, ഈ സത്യത്തെ ലോകത്തിൽ വിളംബരം ചെയ്യും എന്ന് പറഞ്ഞ് നിൽക്കാൻ നിനക്ക് ക്രിസ്തുവിൽ ഒരു ധൈര്യം വേണം. അതുകൊണ്ടാണ് റോമർക്കെഴുതിയ ലേഖനം, തിമോത്തിയോസിന്റെ ലേഖനം, 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്. ഇന്ന് പകൽ നിങ്ങളുടെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഭയം ഇരിപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നിങ്ങൾ ഭയപ്പെടുന്നെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ ആ ഭയത്തെ ദൈവാത്മാവ് അടിച്ചു പുറത്താകട്ടെ. എല്ലാ മരണഭീതികളും വിട്ടുപോകട്ടെ. ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് എല്ലാ മരണഭീതികളും വിട്ടുപോകട്ടെ. എല്ലാ സാമ്പത്തിക ഭയങ്ങളും വിട്ടുപോകട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ ഹൃദയത്തിൽ ദൈവാത്മ പറയുന്നു, നിങ്ങളുടെ മക്കളെ ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് നിങ്ങൾക്ക് ഭയമുണ്ട്, അവരുടെ ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്കൊരു ഭയമുണ്ട്. ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിന്റെ മക്കൾ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. പേടിക്കരുത്. എനിക്ക് ആ മോളെ തന്നത് ദൈവമാണെങ്കിൽ, എനിക്ക് ആ മോനെ തന്നത് ദൈവമാണെങ്കിൽ, എനിക്ക് ഈ കുഞ്ഞിനെ തന്നത് ദൈവമാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണെങ്കിൽ, എന്റെ തലമുറകൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കണം. ഉറച്ചു വിശ്വസിക്കണം. ഉറച്ചു വിശ്വസിക്കണം. ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ ആത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ അവനിൽ പ്രധാനമായി കാണുന്ന ഒരു കാര്യമാണ് ക്രിസ്തുവിലുള്ള ധൈര്യം. പ്രാർത്ഥനയ്ക്ക് വന്നതാ. എവിടെ വന്ന? ബൈബിള് 3-4 കവറിനകത്തൊക്കെ ഇട്ട്, തുണിക്കടയുടെ കവറിനകത്തൊക്കെ ഇട്ട് ഒളിച്ച് ബാഗിനകത്തിട്ട് തോളത്തിട്ടപ്പം വഴിയെ പോയ ഒരാൾ ചോദിച്ചു, എവിടെ പോയതാ? ചുമ്മാ തിരുവനന്തപുരം വരെ. എവിടെ പോയതാ? ചുമ്മാ തിരുവനന്തപുരം വരെ പോയതാ. അവിടെ തമ്പാന് വരെ പോയതാ. അവിടെ ഒരാളെ ഒന്ന് കാണാൻ പോയതാ. എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഹല്ലേലൂയ. ഈ പുസ്തകത്തെ ഉയർത്തിയവനെ ദൈവം ഉയർത്തിയിട്ടുണ്ട്. ഇതിനെ മാനിച്ചവനെ ദൈവം മാനിച്ചിട്ടുണ്ട്. എനിക്ക് 17 വയസ്സ് പ്രായമുള്ളപ്പോൾ, അറിയാവുന്നവർക്ക് അറിയായി ചരിത്രം, അല്ലെ എൻ്റെ അമ്മയോട് ചോദിക്കണം, എൻ്റെ മദറിനോട് ചോദിക്കണം, അന്ന് മുതൽ എൻ്റെ കൂടെ ശുശ്രൂഷയിലുള്ളവരോട് ചോദിക്കണം, എൻ്റെ കൂടെ പഠിച്ചവരോട് ചോദിക്കണം, ആ ചെറുപ്പക്കാരോട് ചോദിക്കണം. 17 വയസ്സ് പ്രായമുള്ള സമയം മുതൽ ഞാൻ കോളേജിൽ പോകുമ്പോൾ ഈ പുസ്തകം എൻ്റെ കയ്യിൽ കാണും. ഞാനൊരു കടയിൽ പോയാൽ, ഒരു സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ പുറത്തോട്ട് പോകുന്നെങ്കിൽ ബൈബിളില്ലാതെ ഇറങ്ങുകയില്ല. ഇപ്പോഴും ചിലപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത്, ചില സ്ഥലങ്ങളിൽ പോകുക, അവരെ ചെന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മതി, ചെന്നൊന്ന് കണ്ടാൽ മതി. എങ്കിലും അത് ശീലിച്ചതാണോ എനിക്ക് അറിഞ്ഞൂടാ, ബൈബിള് കയ്യിലെടുക്കാതെ പോകാനൊരു മടിയാ. കാരണം ഞാൻ ഒരു ഡയറിയും, നിങ്ങൾ കേൾക്കണം, ഞാനൊരു ഡയറിയും അതിൻ്റെ കൂടെ ഒരു ബൈബിളും ഇതുമെല്ലാം പിടിച്ച് നടക്കുന്ന കണ്ടിട്ട് എനിക്ക് പല ആളുകളും ഐപാഡ് മേടിച്ച് തന്നിട്ടുണ്ട്. ഇപ്പൊ റീസെൻ്റ്ലിയും നമ്മുടെ സാമച്ചാൻ്റെ മകൻ തരുണ്, നമ്മുടെ എൽഡർ ആയിരിക്കുന്ന സാമച്ചാൻ്റെ മകൻ തരുണ്, ഞാൻ ഫ്ലോറിഡയിൽ ചെന്നപ്പം തരുൺ എനിക്കൊരു ഐപാഡ് മേടിച്ചു തന്നു. പാസ് ഇരിക്കട്ടെ, ഞാനിത് ആർക്കെങ്കിലും ഒക്കെ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പോഴും ഈ പ്രിന്റഡ് ബൈബിൾ എനിക്ക് അറിഞ്ഞുകൂടാ. അത് അങ്ങനെയൊന്നും വലിയ വിശുദ്ധിയൊന്നും അല്ല, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. പുള്ളി വലിയ അങ്ങനെയൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. ഉണ്ട്, ഞാൻ ഐപാഡ് എന്ന് പറയുന്നത് ഐപാഡും ബൈബിൾ എന്ന് പറയുന്നത് ബൈബിളുമായിട്ട് കാണുകയാണ്. അങ്ങനെ കണ്ടുപോയി, ക്ഷമിക്കണം, അങ്ങനെ കണ്ടുപോയി. ചേർന്ന് രാമയും പറഞ്ഞേ. അപ്പോ ഇതിനെ ഉയർത്തുന്നവനെ ദൈവം ഉയർത്തും. ഇതിനെ ഇങ്ങനെ ആലിംഗനം ചെയ്യുന്നവനെ തമ്പുരാൻ ഇങ്ങനെ ചേർത്ത് പിടിക്കും. ഓ ഹല്ലേലൂയ. ഞാനിന്ന് രാവിലെ പാസ്റ്റർ ക്രിസ്റ്റി ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു 12 മണിക്കൂർ മുമ്പ് കണ്ടൊരു കാഴ്ചയാണ്. 12-13 മണിക്കൂർ കൂടുതലായിട്ടില്ല. ഞാൻ കുവൈറ്റിൽ നിന്ന് ദുബായ് വന്നു. ദുബായിൽ നിന്ന് എനിക്ക് തോന്നുന്നു 9:30 ഫ്ലൈറ്റ്, ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പം ഒരു കത്തോലിക്ക പുരോഹിതൻ, ഒരച്ഛൻ,
ഒരു പുരോഹിതൻ. അപ്പോൾ എല്ലാവരും ഈ ബാഗിനകത്തിരിക്കുന്ന സാധനമെല്ലാം എക്സ്റേക്കകത്ത് ഇടണം. ഇതിനകത്തിടണം, എക്സ്റേക്കകത്ത് ഇടണം. അപ്പോൾ ഇതെല്ലാം അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇരിപ്പുണ്ട് എടുത്ത് പുറത്ത് വെക്കണം. അപ്പം അച്ഛന് മനസ്സിലായില്ല, നമുക്ക് ബൈബിളൊന്നും അങ്ങനെ എടുത്ത് പുറത്ത് വെക്കേണ്ട കാര്യമില്ല, എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റമോ മെറ്റലായിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചാൽ മതി. അപ്പം അച്ഛൻ എന്ത് ചെയ്തു, ഇതിൻ്റെ കൂട്ടത്തിൽ ഈ വിശുദ്ധ ബൈബിളും കൂടെ ട്രെയ്ക്കകത്ത് എടുത്തു വെച്ചു. അപ്പം ഞാൻ തൊട്ട് പുറകെ നിൽപ്പുണ്ട്. ഞാനൊരു പാസ്റ്ററും പുള്ളിയൊരു അച്ഛനുമാണ്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്, എല്ലാവരോടും എനിക്ക് സന്തോഷമാണ്, എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്. ഞാൻ ഒത്തിരി നല്ല അച്ഛന്മാരുടെ മെസ്സേജുകൾ കേൾക്കാറുണ്ട്. ചേർന്നരാമീൻ പറഞ്ഞ് നല്ല മെസ്സേജ്, ദൈവവചനത്തിന് ബന്ധനമില്ല. അതൊരു കൊച്ചു കുഞ്ഞ് നല്ലൊരു മെസ്സേജ് പറഞ്ഞാലും ഞാൻ ശ്രദ്ധിക്കും. അപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, തിരിച്ച് ഞാൻ ബെൽറ്റൊക്കെ എടുത്ത് കെട്ടി വാച്ചൊക്കെ ഇട്ട് എൻ്റെ പെട്ടിയെല്ലാം എടുത്ത് സിപ്പിട്ട് വരുമ്പോൾ ഈ അച്ഛൻ ഈ ബൈബിള് തിരിച്ച് അച്ഛൻ്റെ ബാഗിലോട്ട് വെക്കുന്നതിന് മുമ്പ് അച്ഛൻ ഒരു 3 ഉമ്മ കൊടുത്തിട്ടാണ് ആ ബൈബിൾ കെട്ടി വെച്ചത്. കുറച്ച് നേരത്തേക്ക് ആ ബൈബിൾ ആ ട്രെയ്ക്കകത്ത് പോയതിൻ്റെ പുള്ളിയുടെ ഒരു മനോവേദനയാണ്. അത്ര സ്നേഹം. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്ന എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? പെന്തിക്കോസിലെ ഞാൻ സ്തോത്രം. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഇതിനെ ആലിംഗനം ചെയ്യുന്നവനെ ദൈവം അനുഗ്രഹിക്കും. ഇത് ഷോക്കേസിൽ കൊണ്ട് വെക്കാനുള്ളതല്ല. രാത്രിയാകുമ്പം ഉറക്കം വരാതിരിക്കുമ്പോൾ എവിടുന്നെങ്കിലും എടുത്തുകൊണ്ട് വന്ന തലയണയുടെ കിഴി വെക്കാനുള്ള സാധനമല്ലത്. ആർക്കും മിണ്ടുന്നില്ലല്ലോ. സ്തോത്രം. ഇത് വായിക്കണം, ഇത് തുറക്കണം, ഇത് അനുസരിക്കണം, ഇത് ധൈര്യത്തോടെ പ്രസ്താവിക്കണം. ഇത് ധൈര്യത്തോടെ പ്രസ്താവിക്കണം. ഹല്ലേലൂയ. ഞാനിപ്പോ അങ്ങോട്ട് കയറി താഴെ ഗേറ്റിന് അങ്ങോട്ട് പോകുന്നേരം ഞാൻ ഈ അച്ഛനെന്ന് കൈ കൊടുത്തു. അച്ഛൻ പ്രൈസ് ലോർഡ്. അച്ഛൻ എവിടാന്നൊക്കെ ചോദിച്ചു, പരിചയപ്പെട്ടു. ഇച്ചിരി നേരം അച്ഛനോട് വർത്താനം പറഞ്ഞു. ഇച്ചിരി നേരം അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നിട്ടാണ് ഞാൻ പോയി. ഇച്ചിരി ഒന്ന് മിണ്ടിയിട്ടാണ്. എനിക്ക് പുള്ളിയോട് ഭയങ്കര ബഹുമാനം തോന്നി, ഭയങ്കര സ്നേഹം തോന്നി എനിക്ക് മനുഷ്യനോട്. ചേർന്ന് ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, ട്രെയിനകത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആളുകളൊക്കെ ഈ അവരുടെ ഈ എന്താ പറയുന്നത് ടവല് അവിടെ വിരിച്ചിട്ടിട്ട് മുട്ടക്കുത്തി നിന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൃപയാൽ നമ്മുടെ ആളുകളല്ല. ഞാൻ പോകുന്നില്ല. പോയാ ലൈവാ, പിന്നെ അടുത്ത വൈറൽ സാധനം ഇറങ്ങും. ചേർന്നൊരു ആമീൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ പറയും, അത് പുറമേ ഉള്ള ഭക്തിയല്ലയോ, അത് ബാഹ്യമായ ഭക്തിയല്ലേ? നിനക്ക് എന്തേലും ഭക്തിയുണ്ടോ? പുറമേ ഉണ്ടോ, നിനക്ക് അകത്തുണ്ടോ, എന്തെങ്കിലും ഉണ്ടോ? പണ്ട് ആരാണ്ട് പറഞ്ഞ പോലെ യഹോവയുടെ ആത്മാവ് ശൗലിന്റെ മേളിൽ നിന്ന് വിട്ടുമാറി അവന്റെ മേളിൽ ദുരാത്മാവ് വന്നു. അപ്പൊ ആരാണ്ട് പറഞ്ഞു, എന്തേലും ഒരു ആത്മാവ് ഉണ്ടല്ലോ, ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. ചേർന്ന് രാമൻ പറഞ്ഞു. അപ്പൊ ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ എന്ത് വേണം? പരിശുദ്ധാത്മാവ് വേണം. അപ്പം പരിശുദ്ധാത്മാവ് ഉള്ളവരിൽ ഒരു നാണം കടത്തില്ല. സുവിശേഷം പറയും, അവരുടെ കൂടെ ഉള്ളവരോട് സുവിശേഷം പറയും, അവരുടെ കുടുംബത്തിലുള്ളവരോട് സുവിശേഷം പറയും, ഉറപ്പായിട്ടും പറയും. അവരെവിടെ ചെന്ന് നിന്നാലും കർത്താവിന്റെ സ്നേഹം പറയും. എന്നെ വിടുവിച്ച ദൈവം നിന്നെ വിടുവിക്കുമെന്ന് പറയും, ഉറപ്പായിട്ടും പറയും. ഞാൻ സുവിശേഷം പറഞ്ഞ നിമിത്തം ഈ ചർച്ചിലേക്ക് ചിലർ വന്നിട്ടുണ്ട് എന്നുള്ളവരുടെ കൈ ഉയർത്തിയേ. ഞാൻ ഇതിനകത്ത് ചാർജ് എടുത്തത് കാരണം 12 കുടുംബം പോയോന്നല്ല. ഞാൻ ഇവിടെ വന്നത് കാരണം, ഈ ചർച്ചിൽ വന്നത് കാരണം, ഞാൻ ഇവിടെ ജോയിൻ്റ് ആയത് കാരണം, ഈ ഒരു ഉണർവിൽ കർത്താവ് എന്നെ കൊണ്ടുവന്ന കാരണം, പലരെയും ഞാൻ കർത്താവിലേക്ക് നയിച്ച് ഈ ചർച്ചിൽ കൊണ്ടുവന്നിട്ടുള്ളവർ കൈ ഉയർത്തി. പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് സത്യമായൊരു കാര്യം പറയുന്നേ, ഉറപ്പാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് വചനം വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം വചനം വായിച്ചില്ലെങ്കിൽ കരയ്ക്കെടുത്തിട്ട് മീനെ പോലെയാണ്. വചനം ധ്യാനിക്കാതിരി ആത്മാവിൻ്റെ ഭോജനമാണ്, ആത്മാവിൻ്റെ ഭക്ഷണമാണത്.
ഹല്ലേലൂയ. ചേർന്ന് ആമീൻ പറഞ്ഞേ. വചനം വായിക്കാതിരിക്കാൻ പറ്റില്ല, വചനം കേൾക്കാതിരിക്കാൻ പറ്റില്ല. ആ ഒരു സ്പിരിച്വൽ പ്രസൻസിൽ നിന്ന് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എപ്പോഴും അങ്ങ് പാട്ടും പാടി ബൈബിളും വായിച്ച് നടക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ അവര് ഓരോ ദിവസവും ആ മന്ന പെറുക്കും. അന്നുള്ള മന്ന പെറുക്കണം. ഞാൻ സഭയോട് പറയുന്ന അന്നുള്ള മന്ന പെറുക്കണം. ഒന്ന്, നിങ്ങൾ സുവിശേഷം അറിയിക്കണം. ദൈവവചനം പരിശുദ്ധാത്മാവുള്ളവർ ധൈര്യത്തോടെ പ്രസ്താവിക്കും. മോനെ, രണ്ടാമത് ഒരു കാര്യം കൂടെ പറയാം. 3 എണ്ണം പറയാൻ നേരെയില്ല, ഇപ്പൊ തന്നെ സമയം പോയി. റോമർ 5:5 പരിശുദ്ധാത്മാവുള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണം. പരിശുദ്ധാത്മാവുള്ളവരുടെ രണ്ടാമത്തെ ലക്ഷണം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. ഈ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒരു പുരോഹിതനെ ഞാൻ കണ്ട, പുള്ളി ദൈവവചനത്തെ സ്നേഹിക്കുന്നെന്ന്. നമ്മുടെ ആളുകളുടെ ഇടയിലും ഒരുപാട് പേരുണ്ട്, വെറുതെ പറയല്ല, ഒത്തിരി പേരുണ്ട് കർത്താവിനെ ചങ്കു കൊടുത്ത് സ്നേഹിക്കുന്നവരുണ്ട്, ആഴമായി സ്നേഹിക്കുന്നവരുണ്ട്. ദൈവവചനത്തെ ചങ്കോട് ചേർത്ത് പിടിച്ചവരുണ്ട്, പട്ടിണി കിടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കണ്ണും ചെവിയും വായും നാക്കും സകലതും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കൊടുത്തിട്ട് വളരെ ഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരുപാട് പേരെ എനിക്ക് പരിചയമുണ്ട്. നമ്മൾ വിചാരിക്കരുത് ഇങ്ങനെ കാടടച്ച് വെടിവെക്കുകയല്ല, നമ്മൾ വിചാരിക്കരുത് എല്ലാവരും ഒരുപോലെയാണെന്ന്. ചേർന്ന് ആമീൻ പറഞ്ഞേ. വളരെ ഭക്തിയോടെ ജീവിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയോടെ ജീവിക്കുന്നവരുണ്ട്, ട്രെൻഡുകൾക്കകത്തൊന്നും പെടാത്തവരുണ്ട്. വിളക്കിനോടുകൂടെ എണ്ണ എടുത്ത് മണവാളനെ കാത്തിരിക്കുന്നവരുണ്ട്. ചേർന്ന് ആമീൻ പറയാം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ, പരിശുദ്ധാത്മാവുള്ള ആളുകളിൽ രണ്ടാമത് കാണുന്ന കാര്യം എന്നാ? കണ്ട ഈ കൊച്ചു കുഞ്ഞ്. എൻ്റെ മോനെ എത്ര വയസ്സുണ്ടാ നിനക്ക്? എത്ര വയസ്സുണ്ട്? 14. ഉറക്കെ പറഞ്ഞു. 14 വയസ്സുള്ള കൊച്ചു പറഞ്ഞു ദൈവത്തിന്റെ സ്നേഹം. അവനൊരു നല്ല കയ്യടി കൊടുത്താട്ടെ, നല്ലൊരു കയ്യടി കൊടുത്തു. 41 വയസ്സുള്ള അച്ഛൻ ഇതെന്തുവാന്ന് പോലും മനസ്സിലാക്കിയിട്ടില്ല. 14 ഞാൻ തിരിച്ചിട്ടതാ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ, ഇപ്പൊ പരിശുദ്ധാത്മാവുള്ളവരിൽ എന്തുണ്ട്? ഉറക്കെ പറ, ദൈവത്തിന്റെ സ്നേഹം. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നിലുണ്ടോ എന്നൊന്ന് പരിശോധിക്കണ്ടേ? ഈ എൻ്റെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നാണ് ഞാനീ പറയുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കണം എന്നില്ല, പക്ഷെ എനിക്കങ്ങനെ ഉണ്ട്. ഈ ഭയങ്കര ഓവർ ഭക്തിയും ഭയങ്കര ഓവറായിട്ടുള്ള ഈ പുറമേയുള്ള ടിനു പാസ്റ്റർ എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാമായ ഇങ്ങനൊക്കെ പറഞ്ഞവരാണ് എനിക്ക് 8ന്റെ പണി തന്നിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടോ? കൂടുതലൊന്നും ഞാൻ പോകണ്ട. അപ്പോൾ സ്തോത്രം. ഞാൻ പറയുന്നത് ഈ സത്യല്ലേ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ സഹായിച്ചിട്ടുള്ള ആളുകളാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത്? അയ്യോ എത്ര കയ്യോ, ഇത്രയും കൈ പോകുമെന്ന് ഞാൻ എൻ്റെ ആയുസ് വിചാരിച്ചാൽ എത്ര കയ്യ. ഞാൻ കൈവെക്കാൻ പറഞ്ഞോ? ഞാൻ ക്രിസ്റ്റി പാസ്റ്റർ ഞാൻ കൈവെക്കാൻ പറഞ്ഞോ? ഞാൻ കൈവെക്കാൻ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷെ എന്ത് പറയാനാ ബ്രദറെ, അറിയോതങ്ങ് കൈ അങ്ങ് ഉയർന്നു പോവുക എന്നാ പറയുന്നത്. ശരിയാണോ? ശരിയല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് ഈ പുറമേ കാണിക്കുന്നതൊന്നുമല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹം ക്ഷമിക്കും, സ്നേഹം ദയ കാണിക്കും, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സ്നേഹം ദോഷം കണക്കിടുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല.
സ്നേഹം കലക്കം ഉണ്ടാക്കുന്നില്ല, സ്നേഹം സ്പ്ലിറ്റ് ചെയ്യിക്കുന്നില്ല. അപ്പൊ നിന്റെ മേലുള്ള സ്പിരിറ്റ് എന്താന്നുള്ളത് നീ തിരിച്ചറിയണം. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. സ്തോത്രം. പരിശുദ്ധാത്മാവുള്ളവരിൽ നിറഞ്ഞ്, ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവുള്ള എല്ലാവർക്കും സ്നേഹവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി? ഒന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവുള്ള എല്ലാവർക്കും ഈ സ്നേഹവും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരുന്നേനെ സ്ഥിതി? ഓ ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ നിറയപ്പെട്ട ആളാണ്, പക്ഷെ അയലോകക്കാരനോട് മിണ്ടുകയില്ല. കൈവക്കല്ലേ, പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന്റെ ആത്മാവുള്ള ആളാണ്, പക്ഷെ അയലോകക്കാരനോട് മിണ്ടുകയില്ല. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവുള്ള ആളാണ്. നേരത്തെ പാസ്റ്ററെ അടിക്കുമായിരുന്നു. നേരത്തെ ആരെ അടിക്കുമായിരുന്നു? ഒറ്റ പാസ്റ്റർമാരെ വിടുകയില്ലായിരുന്നു. വഴി കാണുന്ന പാസ്റ്റർമാരെ എല്ലാം ചീത്ത പറയുകയും പാസ്റ്റർമാരെ അടിക്കുകയും ചെയ്യുമായിരുന്നു. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാ പുള്ളിയുടെ മേളിൽ വന്നെന്ന പുള്ളി പറയുന്നത്. ഇപ്പൊ പാസ്റ്റർമാരെ അടിക്കുകയല്ല, പാസ്റ്ററെ അടിക്കുന്നവനെ അടിക്കും. മിണ്ടിയില്ല. പാസ്റ്ററെ അടിക്കുന്നവനെ അടിക്കും. സ്തോത്രം. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, പരിശുദ്ധാത്മാവ് ഒരാളിൽ ഉണ്ടെങ്കിൽ അവനിൽ പ്രധാനമായി കാണുന്ന ക്രിസ്റ്റി പാസ്റ്ററെ, തിരുവനന്തപുരം ചർച്ചിനകത്ത്, എൽഷദായ് ചർച്ചിനകത്ത്, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയ്ക്കകത്ത്, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, വ്യക്തിപരമായ ജീവിതത്തിനകത്ത് സ്നേഹമാണ് മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ആ സ്നേഹം സകലത്തെയും അതിജീവിച്ചിരിക്കും. സ്നേഹത്തിനകത്ത് ക്ഷമ ഉറപ്പായിട്ടുമുണ്ട്. സ്നേഹത്തിനകത്ത് വിട്ടുകൊടുക്കലുണ്ട്. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ. സ്നേഹം ഒരിക്കലും രണ്ടാക്കത്തില്ല. സ്നേഹം എപ്പോഴും ഒന്നിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ ഒന്നാമത് വേണ്ടത് ദൈവവചനം പ്രസ്താവിക്കാനുള്ള ക്രിസ്തുവിലുള്ള ധൈര്യം. പരിശുദ്ധാത്മാവുള്ള നിങ്ങളിൽ, എന്നിൽ രണ്ടാമത് വേണ്ടത് കർത്താവിന്റെ സ്നേഹം. അടുത്ത ഭാഗത്തിലേക്ക് പോകാൻ നേരമില്ല. നമുക്ക് എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഞാൻ പ്രാർത്ഥിക്കാൻ പോവാണ്. ഇന്ന് ആദ്യമായി വന്ന പ്രിയ മക്കളുമാര് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒന്ന് നടന്ന് മുന്നിലേക്ക് വന്നേ. ഒരു പ്രൊഫറ്റിക് സെഷനിലേക്ക് നമ്മൾ കയറുകയാണ്, അല്ലെങ്കിൽ ഒരു ഡെലിവറൻസ് സെഷനിലേക്ക് നമ്മൾ കയറുകയാണ്. ഒന്ന് മുന്നിലേക്ക് നടന്നു വന്നേ. ഇന്ന് ആദ്യമായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ, ബാക്കിയുള്ളവരെല്ലാം ഒന്ന് കൈകളെ ഉയർത്തിപ്പിടിച്ചേ. ഒന്ന് മുന്നിലേക്ക് കയറി വന്നേ. ഈ ഓൺലൈനിൽ ലൈവിൽ കാണുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ ഒത്തിരി സഭകളും ആളുകളുമൊക്കെ, മറ്റ് പലരും, പല രാജ്യങ്ങളിലുള്ളവരും ലൈവിൽ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചേർന്നൊരു ആമീൻ പറയാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. താങ്ക് യു ലോർഡ് ജീസസ്. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതൊന്ന് വളരെ ക്വയറ്റായിട്ടൊന്ന് പാടാവോ? കൈകളെ ഉയർത്തിപ്പിടിച്ച്, എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ ആ കരങ്ങളെല്ലാം ഉയർത്തി അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. ഓ ആദിയിലെന്ന പോലാത്മാവേ അമിതബലം തരണേ. അതിന്റെ കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ.
ബലം ആവശ്യമേ കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലം ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആ കരങ്ങളെല്ലാം ഒന്ന് താഴ്ത്തിയിട്ട് കഴുകളെ താഴ്ത്തിയിട്ട് ഈ പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ ആ വ്യക്തിക്ക് ആദ്യം ലഭിക്കുന്നത് ക്രിസ്തുവിനെയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുന്നത് യേശുവിനെയാണ്. യേശു നിങ്ങളിൽ ജനിക്കുവാനിടയാകും. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വരുമ്പോൾ ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും, സത്യത്തിലേക്ക് നടത്തും. രക്ഷ സത്യമാണ്, വിശ്വാസ സ്നാനം സത്യമാണ്, നിത്യജീവൻ സത്യമാണ്. ഇത് സത്യവചനമാണ്, ഇത് സത്യ സുവിശേഷമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതുവരെ സ്നാനപ്പെട്ട ഒരു വ്യക്തിയല്ല. ഞാൻ ഇതുവരെ എൻ്റെ ഹൃദയം, എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുത്തിട്ടുള്ള ഒരാളല്ല. എനിക്ക് യേശുവിനായി ജീവിക്കുവാൻ, യേശുവിൻ്റെ വഴിയിൽ നടക്കുവാൻ, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവര് ആ കൈകളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് നല്ലതായിട്ട് ഉയർത്തിപ്പിടിച്ചോ. ഞാൻ എൻ്റെ ഹൃദയത്തെ, എൻ്റെ ജീവിതത്തെ ഞാൻ യേശുവിനായി തരുന്നു. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ എന്നുള്ളവരെ കൈകൾ ഉയർത്തിപ്പിടിച്ചു. ക്രിസ്റ്റി പാസ്റ്റർ ഒന്ന് സ്റ്റേജിലേക്ക് കയറി വരണം. എല്ലാവരും ആ കൈകൾ അവർ മാത്രം കൈകൾ ഉയർത്തിപ്പിടിച്ചു. വോളണ്ടിയേഴ്സ് ആ ഡിസിഷൻ കാർഡുമായിട്ട് അവർ അടുക്കലേക്ക് പെട്ടെന്ന് എത്തണം. ക്രിസ്റ്റി പാസ്റ്റർ ഷിജിൻ ബ്രദറിന്റെ കയ്യിൽ നിന്ന് ആ മൈക്ക് മേടിച്ച് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ആ കൈകൾ ഉയർത്തിപ്പിടിച്ചു. താങ്ക് യു ലോർഡ് ജീസസ്. ചില ബിസിനസ്സുകളോടുള്ള ബന്ധത്തിലും ചില സാമ്പത്തിക മേഖലയിൽ ദൈവത്തിന്റെ കരം ചലിക്കുന്നു. ഒരു മിറക്കുലസ് ഹീലിംഗ്, ഒരു അത്ഭുത സൗഖ്യം ഈ പൈതലിന്റെ മേളിൽ, നിങ്ങളുടെ ശരീരത്തിന്റെ മേളിലും കർത്താവ് അയക്കുന്നതായി എന്നോട് സംസാരിക്കുന്നു. വായികൾ തുറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കും. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കൽപ്പനയായ സ്നാനം കർത്താവെ അനുസരിപ്പാൻ തീരുമാനമെടുത്ത അങ്ങയുടെ മക്കളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, കർത്താവെ അങ്ങയുടെ കൽപ്പനയായ വിശ്വാസ സ്നാനം കർത്താവെ ജലത്തിൽ അങ്ങയെ സാക്ഷീകരിപ്പാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അപ്പൊ ആ ജലത്താൽ ഹല്ലേലൂയ, വെള്ളത്താലും ആത്മാവിനാലും സ്നാനപ്പെട്ട് ഹല്ലേലൂയ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവെ അടുത്ത ഒരു ലെവലിലേക്ക് കയറുവാൻ അങ്ങയുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥിച്ചേ.